നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കൂടുതൽ പേരിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രത പുറപ്പെടുവിച്ചു കഴിഞ്ഞു. രാജ്യത്ത് കർണാടകയിലാണ് ആദ്യമായി ഒമിക്രോൺ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതിനാൽ തന്നെ കർണാടകയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. അതായത് കർണാടകയിലെ ഒരു സ്കൂളിൽ 94 വിദ്യാർത്ഥികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. കരിംനഗർ ജില്ലയിലെ ചൽമേഡ ആനന്ദ്-റാവു ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലാകെ 9 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കർണാടകയിൽ നിന്നും ഇത്തരമൊരു വാർത്ത ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതാകുന്നു. മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഒമിക്രോൺ കൂടുതൽ വ്യാപനശേഷിയുള്ളതും രോഗം വന്നവരെ വീണ്ടും ബാധിക്കാൻ സാധ്യതയുള്ളതുമാണെന്ന് സിംഗപ്പൂർ ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദേശത്ത് നിന്നും എത്തുന്നവരെ നിരീക്ഷിക്കാൻ തദ്ദേശ സമിതിയുടെ കീഴിൽ വാർഡ് തല സമിതി സജീവമാക്കാൻ കേരള സർക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു. അതിനാൽ തന്നെ കടുത്ത ആശങ്കയിലാണ് പ്രവാസികൾ. മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോടെ ആശങ്ക ഉയർന്നത് പ്രവാസ ലോകത്ത് തന്നെ എന്നതിൽ സംശയമില്ല. നാട്ടിൽ വൈറസ് വ്യാപനം രൂക്ഷമായാൽ മുമ്പത്തേതുപോലെ തന്നെ ഗൾഫ് നാടുകൾ യാത്രാവിലക്ക് ഏർപ്പെടുത്തുമോ എന്നാണ് ഏവരുടെയും ആശങ്ക. ഇതിനോടകം തന്നെ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് പോകാനിരുന്ന നിരവധി പേർ ഇതിനോടകം യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. 2 വർഷത്തോളമായി നാട്ടിൽ പോകാതിരുന്ന ആരോഗ്യ പ്രവർത്തകരും മറ്റും അവധി തരപ്പെടുത്തി നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന നേരത്താണ് ഒമിക്രോൺ വീണ്ടും ആശങ്ക പടർത്തിയിരിക്കുന്നത്. അതേസമയം ആഗോളതലത്തിൽ ഒമിക്രോൺ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും വൈറസ് രാജ്യത്തെത്താതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വിവിധ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. വിമാനത്താവളത്തിലും കരാതിർത്തികളിലും പരിശോധനയും കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 9 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതായും വാർത്തകളുണ്ട്. ഒമിക്രോൺ കേസുകൾ കണ്ടെത്തിയതോടെ ഇന്ത്യയിൽ നിന്നുള്ളവർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തുമോ എന്നാണ് പലരുടെയും പ്രധാന ആശങ്ക എന്നത്. ഇതിനോടകം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുബായിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച വിദേശി ഇന്ത്യയിൽ നിന്നാണ് എത്തിച്ചേർന്നത്. ഇതും കടുത്ത ആശങ്കയ്ക്ക് വകവയ്ക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.